Hello everyone, welcome to my channel. പ്ലസ് ടു മോഡൽ എക്സാം ഇംഗ്ലീഷ് 2025 അതായത് ഇന്നലെ നടന്ന എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സ് പാർട്ട് 1 ആണ് ഇത്. ഫസ്റ്റ് 8 ചോദ്യം എന്ന് പറയുന്നത് റീഡ് ദ ഫോളോയിങ്, അതേപോലെ റീഡ് ദ പാസേജ്, നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു പോയമാവാം, അതേപോലെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യം. ഓക്കെ, ഇവിടെ ആദ്യം നമുക്ക് തന്നേക്കുന്നത് ഹൊറേഗെല്ലു എന്ന് പറയുന്ന ചാപ്റ്ററിലെ പാരഗ്രാഫാണ്. നമുക്ക് നോക്കാം. I thought for some time and said, but don't you ever break the confidence and tell others the secrets you hear, even by mistake? ഈ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഹൊറേഗെല്ലുമായിട്ട് ഫെമിലർ ആണെങ്കിൽ ഇത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആദ്യം വായിക്കാം, എന്നിട്ട് പാരഗ്രാഫിലേക്ക് പോകാം. ഐഡൻറ്റിഫൈ ദ സ്പീക്കേഴ്സ്. ഇവിടെ സംസാരിക്കുന്നത് ആരാണ് ഇവിടുത്തെ സ്പീക്കേഴ്സ് എന്ന് നോക്കാം. Not even in my dreams, I consider that to be the worst kind of betrayal. I don't think there is a greater sin than betraying someone's confidence. They tell me their worries because they know I will never talk about it or gossip about it to another person. Only when they know their words are secure with me, they talk to me freely. This way, I relieve their burden for a short while till they are ready to pick themselves up and carry on with their journey. ഇവിടെ സംസാരിക്കുന്നത് ആരാണെന്ന് തോന്നണേ? യെസ്, ഇവിടുത്തെ ഈ ചാപ്റ്റർ എഴുതിയ ഈ ചാപ്റ്ററിൻ്റെ ഓത്തർ ആരാണ്? സുധാമൂർത്തി. സുധാമൂർത്തിയുടെ കൊളീഗ്, കൂടെ ജോലി ചെയ്യുന്ന ആളുണ്ട്, രത്ന. ഇവർ രണ്ടുപേരും തമ്മിലുള്ള കോൺവെർസേഷനാണ് ഇത്. ഓക്കെ, സോ ആൻസർ സുധാമൂർത്തി ആൻഡ് രത്ന. വൈ ഡു ദേ ഷെയർ ദെയർ വറീസ് ടു വൺ ഓഫ് ദ സ്പീക്കേഴ്സ്? ആളുകൾ ഇതിലൊരു സ്പീക്കറിനോട് പ്രശ്നങ്ങളെല്ലാം ഷെയർ ചെയ്യാറുണ്ട്, അവരുടെ പ്രോബ്ലംസ്, വറീസ് ഷെയർ ചെയ്യാറുണ്ട്. റീസൺ എന്താണെന്നാണ് ചോദിച്ചത്. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ദേ ടെൽ മീ ദെയർ വറീസ് ബിക്കോസ് ദേ നോ ഐ വിൽ നെവർ ടോക്ക് അബൌട്ട് ഇറ്റ് ഓർ ഗോസിപ്പ് അബൌട്ട് ഇറ്റ് ടു അനദർ പേഴ്സൺ. ഓക്കെ, അതായത് ഞാൻ അവർ പറയുന്ന കാര്യങ്ങളൊന്നും ആരോടും പറയില്ല, അല്ലെങ്കിൽ ഗോസിപ്പായിട്ട് മറ്റുള്ളവരോട് പറയില്ല. അതുകൊണ്ടാണ് എന്ത്, ദേ ഷെയർ ദെയർ വറീസ്. മനസ്സിലായോ? നോക്കിയേ, ടു റിലീവ് ദെയർ ബേർഡൻസ് ഓഫ് ലൈഫ്, അവരുടെ ബേർഡൻസ് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് അല്ലേ. അതായത് അവരുടെ പ്രശ്നങ്ങളെല്ലാനും ഒന്ന് ഇറക്കി വെക്കുക എന്നുള്ള ഐഡിയ കൂടെ അവർക്കുണ്ട്. അതേപോലെ തന്നെ എന്താണ്, ദേ നോ ഷീ വിൽ നെവർ ടോക്ക് അബൌട്ട് ഇറ്റ് ഓർ ഗോസിപ്പ് അബൌട്ട് ഇറ്റ് ടു അനദർ പേഴ്സൺ. ഓക്കെ, പിന്നെ ബാക്കി നിങ്ങളുടെ രീതിയിൽ അത് എഴുതാട്ടോ. ഞാനിപ്പോൾ ലാസ്റ്റ് പറഞ്ഞതും അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആൻസർ കീയിൽ ആഡ് ചെയ്തേക്കുന്ന ആ ഒരു പോയിൻറ്റും കൂടെ ഇതിൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് പറയാം. ഓക്കെ, യെസ്. നെക്സ്റ്റ് നോക്കാം. ഹൗ ഡസ് വൺ ഓഫ് ദ സ്പീക്കേഴ്സ് ഹെൽപ്പ് അതേഴ്സ്? എങ്ങനെയാണ് ഒരു സ്പീക്കർ മറ്റുള്ളവരെ സഹായിക്കുന്നത്? ബൈ ലിസ്ണിംഗ് ടു ദെയർ വേർഡ്സ്, അവർ പറയുന്നത് കേൾക്കും, അങ്ങനെയാണ്. ഓക്കെ, ബൈ ലിസ്ണിംഗ് ടു ദെയർ വേർഡ്സ്. നെക്സ്റ്റ് വൺ, പിക്ക് ഔട്ട് ദ വേർഡ് ദറ്റ് മീൻസ് ടു ചീറ്റ് ഫ്രം ദ പാസേജ്. ടു ചീറ്റ് എന്ന് പറയുന്നതിൻ്റെ സിമിലർ മീനിങ് വരുന്നൊരു വാക്കുണ്ട് ഇതിൽ. ഏതാണ്? ബിട്രയൽ ആണ് കേട്ടോ. ബിട്രയിങ് പറയാം, 2 തവണ ഈ ബിട്രയലും ബിട്രയിങ് എന്നുള്ള വാക്കുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതിന് ആൻസർ ബിട്രയൽ ഓർ ബിട്രയിങ് എന്ന് എഴുതാം. ബിട്രേ എന്നാണ് ചതി, ചീറ്റിംഗ് എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. നെക്സ്റ്റ് വൺ നോക്കാം. I see him there, bringing a stone grasped firmly by the top in each hand, like an old stone savage armed. He moves in darkness as it seems to me, not of woods only, and the shade of trees. He will not go behind his father's saying, and he likes having thought of it so well. He says again, good fences make good neighbors. ഇത് കാണുമ്പോൾ തന്നെ അറിയാം മെൻഡിങ് വോളിലെ ക്വസ്റ്റ്യൻ ഒരു പാസേജാണ്, സ്റ്റാൻസയാണ്. സോറി, ദ ഹീ റെഫർഡ് ടു ഇൻ ദ ലൈൻ ഇസ് ഡാഷ്. ഇതിൽ ഹീ എന്ന് പറയുന്നത് ആരെയാണ്? ഇവിടെ പോയിറ്റിൻ്റെ നെയ്ബറും പോയിറ്റും മാത്രമേ ഉള്ളൂ. അപ്പോൾ പോയിറ്റ് ഒരിക്കലും ഹീ എന്ന് പോയിറ്റിനെ തന്നെ പറയില്ല. സോ ഒബ്വിയസ്ലി എൻ്റെ ആൻസർ എന്താണ്? നെയ്ബർ, പോയിറ്റിൻ്റെ നെയ്ബറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹി ലുക്സ് ലൈക്ക് ആൻ ഓൾഡ് സ്റ്റോൺ സാവേജ് ആംഡ്. വൈ? അദ്ദേഹത്തെ കാണുമ്പോൾ, പോയിറ്റിൻ്റെ നെയ്ബറിനെ കാണാനായിട്ട് ഒരു ഓൾഡ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആളുകളുണ്ടല്ലോ, കല്ലൊക്കെ വെച്ചിട്ട് തീയുണ്ടാക്കി അങ്ങനെ ജീവിച്ചിരുന്ന ആളുകൾ, അതേപോലെ തോന്നുന്നുണ്ട്. ഓൾഡ് സ്റ്റോൺ സാവേജ് ആംഡ് പോലെ തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് നോക്കാം. കാരണം ഹി വാസ് യൂസിങ് ദ ഫോളൻ സ്റ്റോൺസ് ലൈക്ക് എ സ്റ്റോൺ ഏജ്ഡ് സാവേജ്. കാരണം അദ്ദേഹം
വാളിൽ നിന്ന് മറിഞ്ഞു വീണ് കിടക്കുന്ന കല്ലുകൾ കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ നിൽപ്പ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ആളുകളുണ്ടല്ലോ, കല്ലൊക്കെ വെച്ച് നിൽക്കുന്ന, കല്ലൊക്കെ വെച്ച് ആയുധങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ആളുകൾ, അവരെ പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് അത് പറയുന്നത്. The poet says that the darkness is not of woods only and the shade of trees. What else does he try to convey? പോയിട്ട് പറയുന്നുണ്ട് ഇവിടെ ഒരു ഡാർക്ക്നെസ് ഉണ്ട്. ആ ഡാർക്ക്നെസ്സിൻ്റെ കാരണം ഇവിടുത്തെ വുഡ്സ് അതേപോലെ ട്രീസിൻ്റെ ഷെയ്ഡ് കാരണമൊന്നുമല്ല, വേറൊരു റീസൺ കൂടിയുണ്ട്. എന്താണെന്ന് ചോദിച്ചാണിത്. റീസൺ എന്താണ്? ദ നീബർ സ്റ്റിൽ ബിലീവ്ഡ് ഇൻ ദോസ് ഡാർക്ക് ഏജ് ഓൾഡ് ബിലീവ്സ് ആൻഡ് തോട്ട്സ്. പോയിട്ടിൻ്റെ നീബർ കുറച്ച് പഴയ ചിന്തകളുള്ള ആളാണ്. അതായത് ഡാർക്ക് എന്ന് പറയുമ്പോൾ ഡാർക്ക് ഏജ് ഓൾഡ് ബിലീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ആളുകൾ ചിന്തിക്കുന്ന പോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെൻസസ് ഉണ്ടായാലാണ് നല്ല നെയ്ബേഴ്സ് ആവാൻ പറ്റുള്ളൂ. ഫെൻസസ് എന്ന് പറഞ്ഞാൽ മതിലുകൾ കേട്ടോ, അല്ലെങ്കിൽ വേലി, എന്നാലാണ് നല്ല നെയ്ബേഴ്സ് ആവാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉള്ളത് പഴയ ചിന്തകളാണ്. അതിലും ഇപ്പോഴും ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഓൾഡ് എന്താ പറയുക, സ്റ്റോൺ സാവേജ് ആംഡ് എന്നൊക്കെയുള്ള ഐഡിയയും അതേപോലെ ഡാർക്ക്നെസ് ആണ് ചിന്തകളിലുള്ളത് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു റീസൺ. ദ വേർഡ് ഡാഷ് മീൻസ് ആൻ അൺസിവിലൈസ്ഡ് പേഴ്സൺ. ഒരു മാറ്റവും ഇല്ല, പഴയ ആളുകളെ പോലെ തന്നെയാണ് എന്ന് പറയുന്നതിൻ്റെ കണക്ട് ചെയ്തൊരു വാക്ക് ഇതിലുണ്ട്. ഏതാണ്? സാവേജ് എന്നുള്ള വാക്കാണ് കേട്ടോ. ഓക്കെ, സോ അതിൻ്റെ ആൻസർ 8th ആൻസർ ഇസ് സാവേജ്. സോ ഇത്രയേ ഉള്ളൂ പാർട്ട് 1. പാർട്ട് 2 ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.